ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സിപിഐ. സിപിഎം സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ. ഇതിൽ മറ്റു കക്ഷികൾക്ക് അതൃപ്തി ഉണ്ടാവുക സ്വാഭാവികം. സീറ്റ് മോഹം ഇനിയും കളയാതെ ജനതാദൾ എസും സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ പുലർത്തി ലോക് താന്ത്രിക് ജനതാദളും ജനാധിപത്യ കേരള കോൺഗ്രസും. ഈ സാഹചര്യത്തിൽ പതിവ് പോലെ എളുപ്പമോ ഇടത് സീറ്റ് വിഭജനം? ഈ ചോദ്യം പ്രസക്തമാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. ചോദ്യം ഒരിക്കൽ കൂടി, പതിവ് പോലെ എളുപ്പമോ ഇടത് സീറ്റ് വിഭജനം? ഇപ്പോൾ വള്ളത്തോൾ നഗറിൽ നിന്നും തമ്പിമണി എന്നൊരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ തമ്പിമണി, എന്തായാലും സിപിഐയുടെ സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. സിപിഎമ്മിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റു കക്ഷികളും സീറ്റ് വേണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനത്തെ കാണുന്നത്? ഇടതുമുന്നണിയുടെ കാര്യത്തിൽ യാതൊരു പ്രതിസന്ധി ഉണ്ടായില്ല. നല്ല നിലയിൽ സീറ്റ് വിഭജനം നടത്തി നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ശരി, ഇപ്പോൾ ശ്രീധരൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീധരൻ, എന്തായാലും സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിട്ട ചരിത്രമുണ്ടെന്നാണ് ഇന്നലെ JDS പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനത്തെ കാണുന്നത്? സീറ്റ് വിഭജനം നല്ല രീതിയിൽ തന്നെ നടക്കണം. പക്ഷേ ഈ വീരേന്ദ്രകുമാറിനെ പോലെയുള്ളവരും അവിടുന്ന് ഇവിടേക്ക് സീറ്റ് കിട്ടിയില്ല, അങ്ങട് കിട്ടിയില്ല, ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഒഴിവാക്കണം. ആദ്യം സീറ്റിന് വേണ്ടി മാത്രം കാലുമാറുന്ന ആൾക്കാരെയും ശരിയായ നിലപാടെടുക്കാത്തവരെയും ഇവരെന്തിനാണ് കൂടെ കൂട്ടുന്നതെന്ന് അറിയാത്തത്. നല്ല വ്യക്തിത്വമുള്ളവരും ഇത് ഇപ്രാവശ്യം ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോവുക, അങ്ങനെ ചെയ്യുന്നവരെ എന്തിനു വീണ്ടും കയറ്റുന്നത്? അവരെല്ലാം പുറത്തു നിർത്തണം. അപ്പോഴാണ് അവരത് പഠിക്കൂ. ഇത് അവര് താൽക്കാലികമായി ഇതിന് അവരെ ചേർത്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും. പിന്നെ ഇവിടെ CPIയുടെ സീറ്റിന്റെ വിഭജനം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ വനിതാ വിമോചനവും തുല്യതയ്ക്കൊക്കെ വേണ്ടി പ്രസംഗിച്ചവരൊക്കെ എവിടെ പോയി എന്നറിയില്ല. 4 സീറ്റിൽ അവര് ഒരു വനിതയെ പോലും നിർത്തിയിട്ടില്ല. ഇതൊക്കെയാണോ വനിതാ വിമോചനവും തുല്യതയും എന്നുള്ളത്? നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. കണ്ണൂരിൽ നിന്നും ഹാഷിം എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഹാഷിം, എങ്ങനെയാണ് ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനത്തെ കാണുന്നത്? ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തെ കുറിച്ച് പറയാനുള്ളത്, CPMന്റെ വലിയേട്ടൻ മനോഭാവമൊന്നും ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ജനതാദളിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ജനതാദള് വിചാരിച്ചത് എന്താ? ജനതാദള് ഇത്ര വിശാലമായി ചിന്തിക്കുന്ന UDFന്റെ മാതിരിയുള്ള ഒരു സംവിധാനം LDF ചിന്തിച്ചത്. അപ്പോ ഈ ജനതാദളിനെ സംബന്ധിച്ച് ഒരു UDFകാർ ചിന്തിക്കുന്ന ഇത് ജനതാദളുകാരെ തള്ളണം എന്നുള്ള തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുക. കാരണം പിന്നെ അവര് ഒരു ഇതും ഇല്ലാതെ കണ്ടാണ് UDFൽ നിന്ന് പിന്മാറിയിട്ട് LDFൽ ചേക്കേറിയത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് അത് കിട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ അതുകൂടാതെ പറഞ്ഞോളൂ. അതുകൂടാതെ NCP സീറ്റിന്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട്. NCPനെ പരിഗണിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വലിയാട്ട മനോഭാവത്തോടു കൂടി പെരുമാറുന്ന CPM NCPയെ പോലുള്ള ചെറിയ കക്ഷികളെ ഒന്നും പരിഗണിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വനിതാ മതില് ഇവിടെ നവോത്ഥാനം പറഞ്ഞ CPM അല്ലെങ്കിൽ CPI LDF 3-4 പേർ കഴിഞ്ഞ പ്രാവശ്യം പ്രതികരിച്ചോ അതിൽ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പോലും സ്ത്രീയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം സാധ്യതാ ലിസ്റ്റിൽ CPMന്റെ സാധ്യതാ ലിസ്റ്റിൽ ഞങ്ങൾ പരിഗണിക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2 പേരെയാണ് അവര് ശ്രീമതി, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതിയും വടകരയിലെ സരളാദേവി, അങ്ങനെ 2 കാലഘട്ടം മാത്രമാണ് അവരെ സാധ്യതാ ലിസ്റ്റിൽ തന്നെ ഉള്ളത്. ശരി, ഇപ്പോൾ ബാലരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശിവദാസൻ, എന്തായാലും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബദൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ഉറക്കെ പറയുന്നുണ്ട് JDS. ലോക് താന്ത്രിക് ദളാവട്ടെ എന്തായാലും പരസ്യമായി സീറ്റ് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ കൂടി ജനാധിപത്യ കേരള കോൺഗ്രസും സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് LDFന്റെ സീറ്റ് വിഭജനത്തെ കാണുന്നത്? മേഡം, ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഇപ്പോൾ വലിയ മിച്ചം അവര് കൂടുതലാരും സീറ്റ് അടിച്ചു മാറ്റി ആഗ്രഹിക്കുന്നില്ല. LDF ഒരു ഘടകകക്ഷി. കാരണം അവർ കംപ്ലീറ്റും CPM തകർന്നുപോയി. അവർ 10 സീറ്റ് 2 സീറ്റാ പറയുന്നത്. ഒന്ന് നമ്മളെ ഈ കാസർഗോഡും അത് കഴിഞ്ഞ വരുന്നത് നമ്മുടെ 2 സീറ്റ്. ആ 2 സീറ്റിൽ തന്നെ ഒരു ശ്രീമതിക്ക് മാത്രം സീറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ണൂര് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നവോത്ഥാനം പറഞ്ഞു കിടക്കുന്ന ഈ LDF ഇടതുപക്ഷം വേറെ ലേഡിക്ക് വേണ്ടി ലേഡീസിന് സീറ്റ് കൊടുത്തിട്ടില്ല. ആറ്റിങ്ങൽ മണ്ഡലം
അതേപോലെ ഒരുപാട് മണ്ഡലങ്ങൾ അവർക്ക് തൊഴിലാളി മേഖലയാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലം. ഈ തൊഴിലാളി മേഖലയിൽ തന്നെ ഈ സമ്പത്തിന് പോലും നിൽക്കാൻ വലിയ പേടിയാണ്. ഇപ്പോൾ സമ്പത്ത് നല്ലൊരു MP ആണ്, അദ്ദേഹത്തിനൊന്നും പേടിയാണ്. അങ്ങനെ ഇടതുപക്ഷത്തില് സീറ്റ് അടിച്ചു വാങ്ങാൻ ഒരു ജനതാളോ ഒരു മറ്റു കക്ഷികളോ ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് സർക്കുലർ ജനാധിപത്യ കോൺഗ്രസ് പാർട്ടി അവിടെ സീറ്റ് കേൾക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ അവർ എന്താ പറയുക പ്രദർശനങ്ങളാണ്. ഇത് അടിച്ചു പിടിച്ച് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഒരു പാർട്ടിക്കാരും ഇതിരിക്കും പറയും. അവർക്ക് ഒരു കച്ചവടം പോലെ, ഇപ്പൊ കോളേജ് സീറ്റ് വയ്ക്കും പോലെ ഒരു കച്ചവട രാഷ്ട്രീയമായിട്ട് മാറി ജനങ്ങളെ കാണുന്നുണ്ട്. ആര് വീതം വെച്ചാലും ആരടിച്ച് വാങ്ങിച്ചിരുന്നാലും ജനങ്ങൾക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്ന രീതി ഇപ്പോൾ അറിയാം. അവർ ചെയ്യുന്നത് ജയിപ്പിക്കും. പക്ഷേ ഇടതുപക്ഷമാണ് വലതുപക്ഷമായിരുന്നാലും ഈ വോട്ടിന് വേണ്ടി സീറ്റിന് വേണ്ടി അടിക്കുന്ന സമീപനം ഈ കേരള ജനങ്ങളെ ഇനിയെങ്കിലും മണ്ടന്മാരാക്കാതിരിക്കാൻ വേണ്ടി, ഇനിയെങ്കിലും കേരള ജനങ്ങളെ ഒരു വോട്ടവകാശത്തിന്റെ വില കൊടുക്കാൻ വേണ്ടി ഇതിന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ഈ LDF ആയാലും ഇടതുപക്ഷ LDF ആയാലും UDF ആയാലും മനസ്സിലാക്കണം. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് കേരളത്തിൽ ഒരു വിലയും കൊടുക്കാത്ത, ഒരു വിലയും 100-ൽ 1 അംശം കൊടുക്കാത്ത ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അപ്പൊ ശരി ശിവദാസൻ, താങ്കളുടെ പ്രതികരണത്തിന് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പ്രേമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രേമൻ, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? എന്തായാലും CPIയുടെ 4 സീറ്റ് കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. CPMന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും മുന്നണിയിൽ ചർച്ച ചെയ്യാതെയുള്ള സീറ്റ് വിഭജനത്തിൽ മറ്റു കക്ഷികൾക്ക് അതൃപ്തി ഉണ്ടാവുക സ്വാഭാവികമാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സീറ്റ് വിഭജനത്തെ കാണുക? തീർച്ചയായും അതൃപ്തി ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. മുന്നണി സംവിധാനം ഒരു മുന്നണി എന്ന് പറയുമ്പോൾ ചെറിയ കക്ഷികളായാലും ശരി അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ പറഞ്ഞാൽ ഈ ജനതാദളിന്റെ മുൻകാല അനുഭവം നമ്മളെ മുമ്പിലുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് സീറ്റ് കൊടുക്കാതിന്റെ പേരിലാണ് UDFൽ പോയിട്ടുള്ളത്. ഇപ്പൊ തിരിച്ച് യാതൊരു ഉപാധിയില്ലാതെ തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കും അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസിനും അതുപോലെ തന്നെ JDSനും അവർക്ക് സീറ്റ് 3 പേർക്കും ഓരോ സീറ്റ് കൊടുത്ത് മുന്നണി പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം നേടാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാർ ഒരു ജനങ്ങൾക്ക് കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ഒരു സ്ഥിതിയിൽ നിന്നും എന്തോ ഒരു ചിലത് നടക്കും എന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സീറ്റ് വിഭജനം രമ്യമായി പരിഹരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കരമനയിൽ നിന്നും ജലീൽ എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ജലീൽ, സീറ്റ് വിഭജനം ഇടതുമുന്നണിക്ക് തലവേദനയാകുന്നുണ്ടോ? എന്തായാലും കഴിഞ്ഞ വർഷം കോട്ടയം സീറ്റിൽ മത്സരിച്ച JDS പകരം ഒരു സീറ്റ് ചോദിച്ചിട്ടും CPMന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPMനായിരുന്നാലും CPIക്കായിരുന്നാലും വല്ലാത്ത തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ ഇപ്പം ചെറുകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങി. ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാനുള്ളത് കാലാകാലങ്ങളിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് പാർട്ടികൾ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുക. വിജയിക്കേണ്ട സ്ഥലങ്ങളിൽ ചിലത്, ഉദാഹരണത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ വന്നിട്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അവിടെ വല്ലാതെ ഈ വിഭജനം കൊണ്ട് ഈ രാഷ്ട്രീയം, അതായത് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാനുള്ളത് UDF LDF ഇതാണ് ഇവിടുത്തെ സംവിധാനം. ഈ സംവിധാനങ്ങളിൽ മുസ്ലിം ലീഗ് ചോദിക്കുന്ന 3 സീറ്റും അതുപോലെ CPI വിജയിക്കേണ്ട സ്ഥലങ്ങളിൽ CPMനെ നിർത്തി വിജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് പോലും CPI സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് രാഷ്ട്രീയ വിജയമല്ല അവിടെ ആവശ്യം, ഘടകകക്ഷികളുടെ സീറ്റുകളാണ് അവിടെ ആവശ്യം. ഇത് രാഷ്ട്രീയപരമായ ഒരു മുന്നേറ്റത്തിന് ഒരിക്കലും ഇതാക്കില്ല. പക്ഷെ ഘടകകക്ഷികൾ ഇതൊക്കെ കൂടിക്കൊണ്ടുവരും തോറും ഇവർക്ക് തലവേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്നും വിഷ്ണു എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. വിഷ്ണു, എന്തായാലും ലോക് താന്ത്രിക് ദൾ പോലും 8 ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോഴിക്കോടും വടകരയും ചോദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് LDFലെ സീറ്റ് വിഭജനത്തെ കാണുന്നത്? മാഡം, എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ പൊതുവെ ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴും നിയമസഭ ഇലക്ഷനേക്കാളും ഇടതുപക്ഷത്തിന് ഒരു നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത്. കാരണം വെച്ചാൽ ലോക്സഭയിലേക്ക് എപ്പോഴും നമ്മൾ വലിയ പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് പൊതുവെ കേരള ട്രെൻഡ് കാണിക്കുന്നത്, ഇന്ത്യ പൊതുവെ അങ്ങനെയാണ് ട്രെൻഡ് കാണിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും കോഴിക്കോട് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് അറിയപ്പെടുന്നെങ്കിലും അവിടെ ഇപ്പോഴും കോൺഗ്രസ് നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നുണ്ട്. അപ്പം ഒരു വോട്ട് പോലും പോവാതെ മാക്സിമം അവര് ബേസിക്കലി നമ്മുടെ ഐഡിയോളജി ഒന്നും ഇപ്പം എല്ലാം മാറ്റേണ്ടി വന്നു. കമ്മ്യൂണിസം ഒന്നും പഴയ കണക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം നാടൊടുമ്പോൾ നടുവിടുക എന്നുള്ള രീതി നോക്കി എല്ലാ പാർട്ടികളെയും കഴിവതും, അത് ബാലകൃഷ്ണനുള്ളെങ്കിൽ ബാലകൃഷ്ണനുള്ള, വീരേന്ദ്രകുമാർ ഇപ്പം എന്തായാലും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇപ്പൊ ജാതിയൊക്കെ വെച്ച് തന്നെയാണ് ഇപ്പൊ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഏറ്റവും മുകളിൽ ആൾക്കാരെ കൂട്ടുക, അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാറുള്ളൂ.
ഇപ്പോൾ ധീര എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ധീര, എന്തായാലും മുന്നണിയിൽ ചർച്ച ചെയ്യാതെയുള്ള ഈ ഒരു സീറ്റ് വിഭജനത്തിൽ മറ്റു കക്ഷികൾക്ക് അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ എങ്ങനെയാണ് LDFന്റെ സീറ്റ് വിഭജനത്തെ കാണുന്നത്? ധീര, കേൾക്കാമെങ്കിൽ. മറ്റൊരു പ്രേക്ഷകനിലേക്ക് വരികയാണെങ്കിൽ വടകരയിൽ നിന്നും നാണു എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. നാണുവിന്റെ അഭിപ്രായം എങ്ങനെയാണ്? മേഡം, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറയാം. മേഡം പറയൂ. നാണു, കേൾക്കാമെങ്കിൽ. നാണുവും ലൈനില്ല. വണ്ടൂരിൽ നിന്നും രാജേഷ് എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. രാജേഷിന്റെ അഭിപ്രായം എങ്ങനെയാണ്? LDFലെ സീറ്റ് വിഭജനം ഒരു തലവേദനയായി മാറുകയാണോ? ഇല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായിട്ട് തന്നെയാണ് സീറ്റ് വിഭജനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനുശേഷം CPIMന്റെ പട്ടിക ഇന്ന് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ചെറിയ കക്ഷികളൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് സാധാരണ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കണ്ടുവരുന്ന പ്രക്രിയ തന്നെയാണ്. പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ പോലും ഇടതുപക്ഷ മുന്നണിക്ക് കൂടുതൽ കരുത്ത് പകരേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് CPIM ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കേണ്ട ഒരു ആവശ്യകത ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു സാഹചര്യത്തിൽ കൂടി കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായമുള്ളത്. അതോടൊപ്പം നമ്മൾ കണ്ടുപോകേണ്ടത് മറ്റുള്ള സ്ഥാനാർത്ഥി പട്ടികൾ, മറ്റുള്ള മുന്നണികൾ, UDF മുന്നണി ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ തന്നെ നടത്തിയിട്ടില്ല. അവർ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ചർച്ച ചെയ്യാതെ CPIMന്റെ ഒരു ചർച്ച മാത്രമാക്കി ഇതിനെ മാറ്റരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നമ്മൾ ഇതിന് മുന്നിൽ വെക്കുകയാണ്. കാരണം ഈ മറ്റുള്ള മുന്നണിയെ വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചെറിയ കക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതിനോട് അവർ ഈ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും നല്ല ഒരു സാധ്യത കൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കൂടുതൽ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടെ മത്സരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. രാജേഷ്, എന്തായാലും സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിട്ട ചരിത്രമുണ്ടെന്ന് JDS പറയുന്നു. അപ്പോൾ ബദൽ സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുമെന്നും JDS ഉറക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ലോക് താന്ത്രിക് ദളിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടും വടകരയുമുള്ള സീറ്റടക്കം അവർ ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അവർ പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ കൂടിയും സീറ്റ് കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത്തരം ചെറിയ കക്ഷികളും ചെറിയ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് സീറ്റ് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരം കക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ നഷ്ടമുണ്ടാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തിനെ തന്നെയാണ്. കാരണം കൂടുതൽ കരുത്തോടെ CPIM അണികൾ കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ കൂടുതലായിട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ശക്തി തെളിയിക്കേണ്ട മണ്ഡലമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് മാറ്റിക്കൊണ്ട് മറ്റുള്ള മുന്നണികൾ ചെറിയ കക്ഷികൾക്ക് ഈ ഇത്തരം ഒരു ആകെ 20 സീറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത്തരം ചെറിയ കക്ഷികൾക്ക് കൂടി സീറ്റ് കൊടുത്തുകൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ അത് അത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം ശരി, ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും രാകേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. രാകേഷ്, എങ്ങനെയാണ് സീറ്റ് വിഭജനത്തെ കാണുന്നത് ഇടതു മുന്നണിയുടെ? രാകേഷ്, കേൾക്കാമെങ്കിൽ. എന്തായാലും പതിവ് പോലെ എളുപ്പമാകുമോ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം എന്ന ചോദ്യമാണ് പൊതുവേദി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.